എൻ്റെ പേര് മഞ്ജു. ഇതെൻ്റെ കുടുംബമാണ്. ആലപ്പുഴയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യൻ ധ്യാനം കൂടുന്നത്. ആ ധ്യാനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറയാൻ സാധിക്കുന്നത്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചേട്ടന്മാരെ പോലെ, ഈ ചേച്ചിമാരെ പോലെ നീയും എന്നെയും സുവിശേഷ വേലയ്ക്ക് വിളിക്കണേ, ഞാൻ തയ്യാറാണ് ഈശോയെ എന്നൊക്കെ ആ ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ ഞാനങ്ങനെ എൻ്റെ ലൈഫ് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രിയമുള്ളവരെ, തുടർന്നുള്ള കാലയളവിലൊക്കെയും ഞാൻ 8ലായി 9ലായി 10ലായി ഈ സാഹചര്യങ്ങളിലൊക്കെയും എൻ്റെ സ്വപ്നവും ആഗ്രഹവും മുഴുവൻ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നീട് ഞാൻ വളർന്നു വന്ന കാലയളവിൽ എനിക്ക് തോന്നുന്നു ഒരു 10ൽ പഠിക്കുമ്പോഴാണ് ഞാൻ മുഴുവൻ സമയവും സുവിശേഷ വേല ചെയ്യണം എന്ന് ഞാനൊരു തീരുമാനമെടുക്കുന്നത്. അന്ന് ഞാൻ കൂടുതൽ എൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു. നാളെ ഞാൻ വിവാഹം കഴിക്കേണ്ടി വരും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ വിളി വിവാഹ ജീവിതമാണെങ്കിൽ കർത്താവെ, എനിക്ക് മുഴുവൻ സമയവും സുവിശേഷ വേല ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ എൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിത പങ്കാളി സുവിശേഷ വേലക്കാരനായിരിക്കണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ചാച്ചൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവ് ഞങ്ങളെ നയിക്കും. എനിക്കറിയാവുന്ന സുവിശേഷകരെയും കുടുംബത്തെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ എൻ്റെ ചാച്ചനോട് പറഞ്ഞു, അവരൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും ജീവിക്കും, കർത്താവ് ഞങ്ങളെ നയിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 2001ലാണ് ഞങ്ങളുടെ വിവാഹം ആലോചിക്കുന്നത്. അങ്ങനെ ഈ അനുചേട്ടനെ എൻ്റെ ജീവിതത്തോട് കർത്താവ് കൂട്ടിച്ചേർത്തു. അന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വരുന്നതെങ്കിൽ, എൻ്റെ മക്കളൊക്കെയും അവരെൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴേ അവർ മിനിസ്റ്റർ ചെയ്യുന്നവരായി മാറി, മിഷൻ ചെയ്യുന്നവരായി മാറി. അങ്ങനെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് ഇന്ന് ഈ കേരളത്തിനുള്ളിലും ഇതിനു പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ ദൈവമിടയാക്കി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് സുവിശേഷ വേലയിലായിരിക്കുന്നു. എൻ്റെ വിവാഹത്തിന് 5 വർഷം മുമ്പേ ഞാനൊരു മുഴുവൻ സമയ സുവിശേഷ വേലക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മഞ്ജുവായിട്ട് എൻ്റെ വിവാഹം ആലോചിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ പോക്കറ്റ് നോക്കിയിട്ടല്ല, കർത്താവിനെ നോക്കി നിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള വിശ്വാസമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൾക്ക് അതിനുള്ള വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ എന്നോടൊപ്പം ചേർന്നു. അന്ന് മുതൽ ഞങ്ങൾ സുവിശേഷ വേല ആരംഭിച്ചു. അപ്പോൾ ഒരു ജോലി ചെയ്യാതെ സുവിശേഷ വേലയ്ക്കായി മുഴുവനായി സമർപ്പിച്ച എനിക്ക് ഇവളെ വിവാഹം കഴിച്ചു തരാൻ ഇവളെക്കാൾ വലിയ വിശ്വാസം ഇവളുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നുവെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചുള്ള സുവിശേഷ വേല ആരംഭിച്ചത്. 17 വർഷമായി അത് കടന്നു പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ യുവത്വത്തിലും ഞങ്ങളുടെ കൗമാരത്തിലുമൊക്കെ എടുത്ത ചില അസാധാരണ തീരുമാനങ്ങളാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് ഇതാ കേരളത്തിന് വെളിയിലും ഇന്ന് ആഫ്രിക്കയിലും എത്തി നിൽക്കുന്ന ഈ മിഷൻ്റെ ആ വളർച്ചയ്ക്ക് കാരണമായത്. അതുകൊണ്ട് ഈ വരുന്ന അസാധാരണ മിഷൻ മാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചില അസാധാരണ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച ആ പ്രേക്ഷിത ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. പരിശുദ്ധാത്മാവ് അതിനായുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുന്ന കാലയളവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം, പുതിയൊരു സമർപ്പണം നടത്താം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.